നിങ്ങൾക്ക് ഈ അടുത്താണ് പുതിയൊരു SBI ATM കാർഡ് കിട്ടിയതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ കാർഡിന്റെ പിൻ നമ്പർ സുരക്ഷിതമായി ഒന്ന് മാറ്റണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. പണ്ടൊക്കെ പുതിയ ATM കാർഡ് കിട്ടിയാൽ അതിന്റെ രഹസ്യ കോഡിനായി ബാങ്കിൽ നിന്ന് കത്ത് വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കണമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതിന്റെ യാതൊരു ആവശ്യമില്ല. നമുക്ക് ബാങ്കിലോ അല്ലെങ്കിൽ ATM കൗണ്ടറിലോ ഒന്നും പോയി ക്യൂ നിൽക്കാതെ വെറും 2 മിനിറ്റിനുള്ളിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ ATM പിൻ നമ്പർ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്നത് SBIയുടെ ഒഫീഷ്യൽ ആപ്പായ യോനോ SBI ആപ്പാണ്. വീട്ടിലിരുന്നു കൊണ്ട് വളരെ ലളിതമായി ഏതൊക്കെ ഓപ്ഷൻസിലാണ് എൻ്റർ ചെയ്യേണ്ടത് എന്ന് റെക്കോർഡിംഗ് സഹിതം ലൈവ് ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അതുകൊണ്ട് വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരൊറ്റ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിലവിൽ യോനോ SBI ആപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മാത്രമാണ് ഈ രീതിയിൽ പിൻ നമ്പർ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ SBI ATM കാർഡിന് പിൻ നമ്പർ സെറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള യോനോ SBI ആപ്പിൻ്റെ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. തുടർന്ന് വരുന്ന ഭാഗത്ത് നമ്മുടെ MPIN, നമ്മുടെ ആപ്പ് ലോഗിൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പിന്ന് നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. തുടർന്ന് ആപ്പ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഈ ഒരു ഭാഗത്ത് നിന്ന്, ഈ ഒരു പേജിൽ നിന്ന് നമ്മളൊന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കും. തുടർന്ന് ഇവിടെ താഴെയായിട്ട് നമുക്ക് കാർഡ്സ് എന്നുള്ളൊരു സെക്ഷൻ കാണാം. അതിൽ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഫോറക്സ് കാർഡ് എന്നിങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് നമുക്ക് കാണാം. അപ്പോൾ നമുക്കിവിടെ ഡെബിറ്റ് കാർഡിനാണ് പിന്ന് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഡെബിറ്റ് കാർഡ് എന്നുള്ള ഓപ്ഷനിൽ നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. തുടർന്ന് നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഈ ഒരു ഭാഗത്ത് മുകളിലായിട്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ആ ഒരു ATM കാർഡിൻ്റെ ഫോട്ടോ അവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതിന് താഴെയായിട്ട് നമുക്ക് സെറ്റ് ഓർ റീസെറ്റ് പിൻ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ATM കാർഡിന് പിൻ നമ്പർ സെറ്റ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ ആ ഓപ്ഷനിലൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. തുടർന്ന് നമ്മൾ ഈ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക, സെറ്റപ്പ് യുവർ പിൻ. അപ്പോൾ നമ്മുടെ പിൻ നമ്പർ സെറ്റ് ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസ് ആണിത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഇഷ്ടമുള്ള 4 അക്ക പിൻ നമ്പർ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം താഴെ റീ എൻ്റർ ദി 4 ഡിജിറ്റ് പിൻ എന്നുള്ള ഭാഗത്ത് നമ്മൾ മുകളിൽ കൊടുത്ത അതേ പിൻ തന്നെ ഒരിക്കൽ കൂടെ ഒന്ന് എൻ്റർ ചെയ്ത് നൽകുക. ഇപ്പോൾ ഞാനിവിടെ എൻ്റെ ATM കാർഡിന് ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു 4 അക്ക പിൻ നമ്പർ ഞാൻ എൻ്റർ ചെയ്ത് നൽകിയിട്ടുണ്ട്. തുടർന്ന് ഇവിടെ താഴെയുള്ള സെറ്റ് പിൻ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. തുടർന്ന് വരുന്നത് OTP വെരിഫിക്കേഷനാണ്. അതോടുകൂടെ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക്, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP കോഡ് SMS ആയി വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു OTP കോഡ് ഇവിടെ നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. OTP വെരിഫൈഡ്. അപ്പോൾ നമ്മുടെ OTP വെരിഫിക്കേഷൻ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതോടുകൂടെ അടുത്ത മെസ്സേജ് കൂടെ നമുക്ക് വന്നിട്ടുണ്ട്. ഡൺ, യു ഹാവ് സക്സസ്ഫുള്ളി സെറ്റ് ദി പിൻ എന്നുള്ളത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ATM കാർഡിൻ്റെ പിൻ നമ്പർ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.